നമസ്കാരം. എൻ്റെ പേര് റിജു എന്നാണ്. ഞാൻ KSRTCയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിലെ ഒരു എക്സിക്യൂട്ടീവ് ആണ്. മാർക്കറ്റിംഗ് വിഭാഗം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ KSRTCയുമായിട്ട് എന്താണ് ബന്ധം എന്നായിരിക്കും മിക്ക ആളുകളും ചിന്തിക്കുന്നത്. KSRTCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും കാലം ടിക്കറ്റ് വരുമാനം എന്നുള്ള ഒരു സ്രോതസ് മാത്രമാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വഴിമാറിയിട്ട് ഇപ്പോൾ ടിക്കറ്റ് ഇതര വരുമാനം എന്നുള്ളൊരു മേഖലയിലേക്ക് കൂടി കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിട്ട് അത് മാറിയിട്ടുമുണ്ട്. ടിക്കറ്റ് ഇതര വരുമാനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും KSRTCയുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ വരുമാനമാണ് കണക്കാക്കുന്നത്. KSRTCക്ക് കേരളത്തിലുടനീളം ഒരുപാട് ഇടങ്ങളിൽ പ്രൈം സെന്ററുകളിൽ ഒത്തിരി ഭൂമികളുണ്ട്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളിലൊക്കെ ഒത്തിരി കടമുറികളുണ്ട്. ആ കടമുറികൾ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വരുമാനം KSRTCയെ സംബന്ധിച്ച് ഒരു പ്രധാന വരുമാന സ്രോതസ് ആയിരുന്നു, ആണ് ഇപ്പോഴും. അതെ, അത് കുറേം കൂടെ ഒന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ടെൻഡർ വ്യവസ്ഥകളൊക്കെ കുറേം കൂടെ സുതാര്യമാക്കിയിട്ടും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിച്ച് പരമാവധി സാധാരണ ജനങ്ങൾക്ക് കൂടി പ്രാപ്യമായ രീതിയിലേക്ക് ഇതിന്റെ ആ ഒരു മേഖല നമ്മൾ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അധിക വരുമാനം ആ എസ്റ്റേറ്റിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ അനുബന്ധ മേഖലയായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് നമ്മുടെ പരസ്യ വരുമാനമാണ്. ടിക്കറ്റ് ഇതര വരുമാനത്തിൽ ഏറ്റവും അധികം മുതൽ കൂട്ടുന്ന ഒരു വിഭാഗമാണ് KSRTC ബസ്സുകളിലെ പരസ്യങ്ങൾ. ഇപ്പം നമുക്ക് ലോ ഫ്ലോർ AC ബസ്സുകൾ മുതൽ ഓർഡിനറി ഉള്ള ബസ്സുകൾ വരെ നമുക്ക് അതിന്റെ മുകളിൽ റാപ്പ് ചെയ്ത് നമുക്ക് പരസ്യങ്ങൾ ഒട്ടിച്ച് പ്രദർശിപ്പിച്ച് നമ്മൾ അതിൽ നിന്ന് അധിക വരുമാനം കണ്ടെത്തുന്നുണ്ട്. നേരത്തെ സ്വകാര്യ ഏജൻസികൾ ചെയ്തിരുന്ന കാര്യം ഇപ്പം നമ്മൾ നേരിട്ട് തന്നെ നമ്മളുടെ തന്നെ ഈ ഒരു വിഭാഗം മാർക്കറ്റിംഗ് അഥവാ എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ഈ ഒരു വിഭാഗമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ KSRTC ഏറ്റവും റീസെന്റ് ആയിട്ട് അവതരിപ്പിച്ച ഒരു സ്വന്തം നിലയ്ക്ക് ചെയ്തു തുടങ്ങിയതാണ് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ്. മുന്നേ അതുണ്ടായിരുന്നു, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിലും വേണ്ടത്ര സക്സസ് ആയില്ല. മറിച്ച് KSRTCയുടെ ഉള്ളറകൾ അറിയുന്ന ഇവിടെ തന്നെയുള്ള ആളുകൾ അത് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് കുറെ കൂടി വിജയകരമായി കേരളത്തിലുടനീളം 43 ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് കൊറിയർ സംവിധാനമുണ്ട്. അത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന KSRTCയുടെ ഒരു വിഭാഗമാണ്. അത് നിലവിലത് കുറച്ച് നമുക്ക് അതിൻ്റെതായ പ്രാരംഭ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു മറ്റ് ഒരു ആന്ധ്ര ബേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കുറേം കൂടി അതിന്റെ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേം കൂടെ ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ട് ആ വരുമാനം 10 മടങ്ങാക്കി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഡിപ്പോ ബ്രാൻഡിംഗ് ആണ്. ബസ് സ്റ്റേഷനുകളെ ബ്രാൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഒത്തിരി സാമ്പത്തിക പരിമിതിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല ഡിപ്പോകളും അത്ര ഒരു മികച്ച രീതിയിലാണ് പരിപാലിക്കപ്പെടുന്നത് എന്ന് നമുക്കൊരു വിശ്വാസമില്ല. പകരം നമ്മൾ സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഡിപ്പോകൾ ബ്രാൻഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വീടോ പരിസരമോ എങ്ങനെയാണ് വൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ ഏറ്റവും നീറ്റായിട്ട് അത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു നിശ്ചിത വർഷക്കാലത്തേക്ക് മിനിമം ഒരു 3 വർഷത്തെയെങ്കിലും അവർ പരിപാലിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ സ്ഥാപനത്തിന്റെ മറ്റു ബ്രാൻഡുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കും എന്നുള്ളതാണ് ഒരു കാര്യം. KSRTCയുടെ ഈ പുനരുദ്ധാരണ പദ്ധതികളിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറിന്റെ അകമഴിഞ്ഞ സഹായമുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം എത്തിപ്പെടുന്നുണ്ട്. ഓരോ മുക്കിലും കോണിലും എവിടെയൊക്കെയാണോ കാര്യങ്ങൾ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ CMD ശ്രീ വിനോദ് ശങ്കർ സാറ്, അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നിസ്സീമമായ സഹകരണം. പിന്നെ ഇതൊരു കൂട്ടായ്മയിൽ മാത്രമല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇത്രയും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ രീതിയിൽ ഒരു സക്സസ് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. കൂടാതെ ഇപ്പോ ഇവിടെ നടക്കുന്ന നമ്മളെ കനകക്കുന്നിൽ നടക്കുന്ന ഈ ഒരു ട്രാൻസ്പോ 2025 അത് KSRTCയുടെ 70 വർഷത്തോളം നീളുന്ന ഈ ചരിത്രത്തില് ഇതൊരു പ്രഥമ സംഭവമാണ്. മാത്രവുമല്ല ഇത്രത്തോളം ജനശ്രദ്ധയെ ആകർഷിച്ച വിവിധ സ്റ്റാളുകളുണ്ട്. ഞങ്ങൾക്ക് തന്നെ വിവിധ വിഭാഗങ്ങളുടെ തന്നെ ഇപ്പം കൊമേഴ്സ്യൽ വിഭാഗമായാലും ബഡ്ജറ്റ് ടൂറിസം വിഭാഗമായാലും ഇതിന്റെയൊക്കെ തന്നെ വിപുലമായ മികച്ച രീതിയിൽ തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കൗണ്ടറുകളുണ്ട്. ജനങ്ങള് വളരെ വളരെ സ്നേഹത്തോടെയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2 ദിവസത്തെ തിരക്കും ഈ അനുഭവം ഈ ഒരു പശ്ചാത്തലവും ആളുകളുടെ ഒരു ഫീഡ്ബാക്കും അത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ്. മാത്രമല്ല ഇത് എല്ലാ വർഷങ്ങളിലും ഇത് തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയും സഹായവും മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് കനകക്കുന്നിനെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിലെ ജനങ്ങള്, കേരളത്തിലെ മൊത്തമുള്ള ജനങ്ങൾ എല്ലാവരും ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയായിട്ട് പോലും പരമാവധി തെറ്റുകുറ്റങ്ങൾ തീർത്തുകൊണ്ടാണ് നമ്മളത് നടപ്പാക്കാനുള്ള ശ്രമമുള്ളത്. ഒരുപക്ഷെ നിങ്ങളിവിടെയുള്ള കൗണ്ടറുകളും മറ്റ് ആളുകളുടെ ഒരു സഹകരണവും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇവിടെ ഇന്നലേക്ക് നടന്നിട്ടുള്ള കലാവിരുന്നുകൾ, അതിന് തൊട്ടുമുന്നേ 22-ാം തീയതി KSRTCയുടെ തന്നെ തൊഴിലാളികളുടെ പ്രകടനങ്ങളായിരുന്നു, അവരുടെ കലാപരിപാടികളായിരുന്നു. എത്രയും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ്
KSRTC കൊണ്ട് സാധിക്കുമോ എന്നുള്ള വിമർശകരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഇവിടെയൊക്കെ പോയി നോക്കിയാൽ കാണാം അവിടെയുള്ള എത്ര ആളുകൾ ഏത് രീതിയിൽ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് തന്നെ പോകും. സർക്കാരിന്റെയും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാ സഹായ സഹകരണവും തൊഴിലാളികളുടെ സഹായവും ഉണ്ടെങ്കിൽ KSRTCക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം എല്ലാ ജനങ്ങളും ഇതുപോലെ തന്നെ KSRTCയുമായിട്ട് സഹകരിക്കണം എന്നുള്ള ഒരു സ്നേഹം നിറച്ച അഭ്യർത്ഥനയും കൂടി എന്നോട് ചേർത്ത് വെക്കുന്നു. നന്ദി.